രമേശ് ചെന്നിത്തല പണ്ടേ ഒരു പരിസ്ഥിതി പ്രേമിയാണ്. പാർട്ടിയിൽ ഹരിത MLA-മാർ എന്ന പ്രതിഭാസം ഉണ്ടായപ്പോൾ എല്ലാ അനുഗ്രഹവും നൽകിയ ആളല്ലേ. എന്തായാലും പാർട്ടിയിൽ ബാറും ഷാനിമോൾ ഉസ്മാനും എല്ലാം ചേർന്ന് സുധീര വിരുദ്ധ വിപ്ലവം നടത്തുന്ന ഇക്കാലത്ത് ചെന്നിത്തല പരിസ്ഥിതി കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഷാനിമോൾക്കായി ഒരു പരിസ്ഥിതി പ്രഭാഷണം. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും വേറിട്ട് നിൽക്കാൻ കഴിയില്ല. പ്രകൃതി സംരക്ഷണം എന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഒരു മരം വെട്ടിയാൽ ഒരു മരം നടണം എന്നുള്ള ചിന്ത നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയുടെ സംരക്ഷണം എവിടെ അവസാനിക്കുന്നു അന്ന് ഈ ലോകം തന്നെ അവസാനിക്കും. അരുമയാ മരങ്ങളെ തട്ടരുത്, അരുത് രാക്ഷസ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്. ഇന്ന് ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നതിന്റെ കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭൂഗോളത്തിന്റെ ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ നമ്മുടെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാർബൺ എമിഷന്റെ ഫലമായി ഉണ്ടാകുന്ന ആണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരു മരം ഉലകിന്നടിവേരല്ലോ, നാം അതിലൊരു ചെറുതരിയല്ലോ. ഒരു മരം ഉലകിന്നടിവേരല്ലോ, നാം അതിലൊരു ചെറുതരിയല്ലോ. കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനം, ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്. പ്രകൃതിയെ സ്നേഹിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. പ്രകൃതിയുമായി ഒത്തുപോകാൻ കുട്ടികളെ പഠിപ്പിക്കണം. കാടിന്റെ മക്കളുടെ കൂട്ടക്കരച്ചിലിൽ കാനനം വിറകൊണ്ടു നിൽപ്പൂ. നമ്മുടെ കാടുകൾ, പുഴകൾ എന്നിവയുടെ സംരക്ഷണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകങ്ങളാണ്. കേരളത്തിൽ 46 നദികളുണ്ട്. നദീ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ചുമതലയായി ഏറ്റെടുക്കേണ്ട ഒന്നാണ്. കാട്ടാനക്കൂട്ടങ്ങൾ ജഡമായി മാറുന്നു, എത്ര കഠിന ഹൃദയരാണ് നമ്മൾ. 46 നദികളുണ്ടെങ്കിലും ഇന്നും വെള്ളം കിട്ടാതെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, ജനങ്ങൾ പ്രയാസപ്പെടുന്നു. പല പുഴകളും വറ്റി വരളുന്നു. കാടുകൾ നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള പ്രകൃതി ആഘാതമുണ്ടാകുന്നു. കരിങ്കല്ലാണ് മാനവന്റെ ഉള്ളം, കണ്ടമിടറി കാട്ടുമക്കൾ കരയുന്നു. അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കുട്ടികൾ മുന്നോട്ട് വരേണ്ട, പുതിയ തലമുറ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നാട്ടിൽ വികസനമുണ്ടാകണം, പുരോഗതി ഉണ്ടാകണം. പക്ഷേ ആ വികസനവും പ്രകൃതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതാണ് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഐസ് കട്ടകൾ ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകാതിരിക്കുന്നു. ഇതെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഭൂമിയുടെ താപം വർദ്ധിക്കുന്നു. ഭൂമിയുടെ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജന്തുജാലങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. ഇമാതിരി പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് ചെന്നിത്തലയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. പണ്ടൊരിക്കൽ തൊടുത്തുവിട്ട ഹരിത MLA-മാരെ കൊണ്ട് തന്നെ ഒരു പാഠം പഠിച്ചതാണ്. ഹരിതന്മാർ ഇപ്പോൾ പലയിടത്തായി ചിതറിത്തെറിച്ച് ഏയ്ക്കും ഐക്കും ഒരുപോലെ തലവേദനയാവുകയുമാണ്. എന്തായാലും പച്ചപ്പുകൾ വ്യാപിക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.